നാട്ടിലെത്തി പാട്ട് കേട്ടപ്പോ ഭയങ്കര ചാർജ്. സാധാരണ രീതിയിൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു മാസ് എൻട്രി ഉണ്ടാവും, ആന്ധ്രയിൽ പോകുമ്പോൾ വേറൊരു തരത്തിലായിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ വന്നപ്പോ എവിടേക്കോ സ്കൂളിലൊക്കെ പോയപ്പോ കിട്ടിയ എന്തോ ഒരു എനർജി വന്നിട്ടുണ്ട്. ഒരു കയ്യടി നന്നായിട്ട് തരുമോ? ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അതായത് ഇതേപോലത്തെ ഒരു അവസരം രാമോഹൻ സാറ് ഇങ്ങനെ മൊമെന്റോ ഷാള് ഇത്തരം നല്ല ആദരവൊക്കെ ഉണ്ടെങ്കിൽ എന്നെ 12 വർഷം കൂടുമ്പോ വിളിക്കണ്ട, എല്ലാ ആഴ്ച വിളിച്ചാലും ഞാൻ വരും. ഇതിന് ഒരു വ്യാഴവട്ടക്കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പണിയില്ലാതെ ഇരിക്കാണ് ഇപ്പോ. അപ്പോ വെരി വെരി ഹാപ്പി, വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്നോട് രാമോഹൻ സാർ സംസാരിക്കുന്നത് തായ്ലൻഡിൽ വെച്ചായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം ഒരു മാസം 1800 പേര് പോയിരുന്നു വിദേശത്ത്. ഇവിടുന്ന് ഒത്തിരി പേര് വന്നിരുന്നു. ആരൊക്കെ വന്നിരുന്നു വിദേശത്തേക്ക്? ഇവിടുന്ന് ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്നോട് ഒരു ഏർലി മോർണിംഗ് 4:30 എന്നോട് രാമോഹൻ സാർ പറഞ്ഞു, സുജിബായി ഇതുവരെ മലപ്പുറത്ത് ഒരു BOP ഒന്നും വന്നിട്ടില്ലല്ലോ, നിങ്ങൾ എപ്പോഴും ഈ തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും ഒക്കെ അല്ലേ, നാട്ടിലെന്താ വരാത്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നാട്ടിലാരും എന്നെ വിളിക്കാറില്ല. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആരും വിളിക്കാറില്ല. നിങ്ങളൊരു പരിപാടി സംഘടിപ്പിച്ച് വിളിച്ചാൽ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ വിവാ ഫ്ലെയിം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഒറ്റപ്പാലായിരുന്നു, ഇന്നിവിടെ ഉണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇങ്ങനെ തിരുവല്ല, തൃപ്രയാഗ്, തലശ്ശേരി, നാളെ കാലിക്കറ്റ് ഉണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഞാൻ ഈ നടന്ന ഈ യാത്രയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വിവാ ഫ്ലെയിം ആണ് ഞാൻ ഓം പ്രകാശിനോട് ബാക്കിൽ പറയാറുണ്ട്. ഞാന് ഈ ചൂട്ട് നമ്മുടെ നാട്ടിലെ ഇതുണ്ട് തീപ്പന്തം പോലെ, ഇത് പിടിച്ചായിരുന്നു പല ഹോളിലും കൊടുത്തു. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു തീപ്പന്തമാണെന്നല്ലേ. കാരണം പലപ്പോഴും പ്രൊജക്റ്റിലാകുമ്പോൾ ഇത് കാണില്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ. ഇവിടെ ഒരു തെളിച്ചൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഓം പ്രകാശ് പറഞ്ഞു, ഈ സൈഡിൽ ആരും കൈയടിച്ചിട്ടില്ല, ഈ ഭാഗം ഭയങ്കര പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അവർക്ക് ബാക്കിൽ അഡ്വൈസ് എന്നതാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഭാഗം കൈയൊടിക്കും. കാരണം എന്റെ ലെഫ്റ്റും റൈറ്റും 11 കൊല്ലമായിട്ട് 25,000 രൂപ മാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പണി അറിയാം. അപ്പോ ഇനി ഇവിടെ കുറവാണെന്ന് ആരും പറയരുത്, ഇവിടെ ഒരു കൈയൊടിക്ക് കൂടുതലടിക്കണം. ഇനി കൈയടിച്ചിട്ട് ഈ തീപ്പന്തെടുത്ത് തലയിക്കൂടി ഞാൻ എന്റെ ചോര മലപ്പുറമാണ്, അത് മറക്കരുത്. കച്ചവടം പുറത്തുള്ളൂ, കച്ചവടക്കാരൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായി വന്ന ആളുകളെ ഒന്ന് കാണുകയാണെങ്കിൽ അതിനനുസരിച്ചൊന്ന് സംസാരിക്കാമായിരുന്നു. ഫസ്റ്റ് ടൈം ഈ ഹോളിലേക്ക് വന്ന് ഈ അവസരം കേൾക്കുന്ന ആളുകൾ ഒന്ന് കൈകൊടുക്കും, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പുതിയ ആളുകൾ എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കും. ഇവർക്ക് എല്ലാവർക്കും നല്ല മനോഹരമായ ഒരു കയ്യടി. കാരണം ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ സൗത്ത് ഇന്ത്യയിലും ഓൾ ഇന്ത്യയിലും നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എടുത്താൽ കാണാൻ പറ്റും എന്റെ ഈവന്റുകളെല്ലാം. ഞാൻ 15,000 പേരെ പ്രോഗ്രാം ആന്ധ്രയില് കടപ്പയിൽ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. 12,000 പേരെ പ്രോഗ്രാം ഞാൻ തമിഴ്നാട് കോയമ്പത്തൂർ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. 20 സിറ്റി ടൂർ നടിച്ചാൽ മതി. 12,000 പീപ്പിൾ, ഒരു കോളേജ് ഗ്രൗണ്ട് ഒക്കെ നിറച്ച് ഇരിക്കുന്ന ഒരു പരിപാടി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തൃശ്ശൂരിൽ വെച്ച് നമ്മൾ ഒരു 5-star ഹോട്ടൽ ഒരു 75 lakhs ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഭയങ്കരമായ സിഗ്നേച്ചർ ടെന്റ് എന്ന് പറഞ്ഞ് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ വലിയ വലിയ ബിഗ് സ്കെയിലി ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഓമ് പറഞ്ഞ പോലെ നാട്ടിൽ വന്നൊരു പരിപാടി പറയുമ്പോൾ ആളുകൾ എല്ലാവരും ഇങ്ങനെ നോക്കും. ഇത് ഈ കാരണം കൊണ്ടാണ് ഇത് തുടക്കത്തിൽ 10 കൊല്ലം മുന്നേ പുറത്തു പോയി ചെയ്തത്. ഈ വിശ്വാസക്കുറവിലാണല്ലോ നോക്കുക ആളുകൾ. അപ്പോ ഇനി വിശ്വാസം കുറഞ്ഞിവിടെ ആരും ഇരിക്കേണ്ട. കാരണം 600 വെള്ളിയാഴ്ച കംപ്ലീറ്റ് ചെയ്ത് 601ാമത്തെ ആഴ്ചയാണ് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. ഇതൊരു തുടക്കമല്ല, പ്രൂവ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കമ്പനി തുടങ്ങുന്ന സമയത്ത്, ആദ്യമായിട്ട് വരുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ സ്റ്റേജിൽ പോകുമ്പോൾ പല ആളുകളും ഞാനൊരു ലക്കി പേഴ്സൺ ആണെന്നൊക്കെ പറയും. കാരണം ഓം പ്രകാശിനെ പോലത്തെ പവർഫുൾ ലീഡർ ഒരു സൈഡിൽ, രാമോഹൻ സാറിനെ പോലത്തെ പവർഫുൾ ആളുകൾ ഈ സൈഡിൽ, അർജുനെ പോലെ നല്ല പ്ലാൻ എടുക്കുന്ന ആളുകൾ ഒത്തിരി പേര്. ഇങ്ങനത്തെ ഈ 1 കോടി മുതൽ 10 കോടി വരെ വരുമാനം മേടിച്ച ഒരു 40 മുതൽ എന്റെ ഇടത്ത് വളർത്തുന്നുണ്ട്. 40 കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാലോ. അത്ര ആളുകളൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഒരാളുടെ ഒരു വൺ സൈഡിൽ ഇത്രയും മനുഷ്യന്മാരുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആള് 2,50,000 മേടിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ശരിയാണോ അല്ലയോ? പക്ഷെ ഇതെനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ സാധിച്ചത്
പല ആളുകളും വിചാരിക്കുന്നത് ഇൻഡസ്വ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി ആയിട്ടുള്ള വെൽനസ് കമ്പനി ആയിട്ടുള്ള ഇത്രയും ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുള്ള 1800 പേരെ ഒറ്റ ടൈമിൽ വിദേശത്ത് കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ 104 കോടീശ്വരന്മാർ ഉണ്ടാക്കിയ ഈ ഒരു കമ്പനി ഒരു വർഷത്തിൽ ഒരു 500 കോടി ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഈ കമ്പനിക്ക് ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് എവിടുന്ന് വരുന്നു ചോദിച്ചപ്പോൾ ആളുകൾ എല്ലാവരും പറഞ്ഞത് അത് ഡൽഹിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് സോഫ്റ്റ് ലോഞ്ച്. പിന്നെ കുറെ ആളുകൾ പറഞ്ഞു മുംബൈയിൽ നിന്നാണ് വരാൻ സാധ്യത കൂടുതലെന്ന് പറഞ്ഞു. കുറെ ആളുകൾ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് ആയിരിക്കും കൂടുതലുള്ളത്, മെട്രോ സിറ്റിയിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂരുകാരായിരിക്കും, അല്ലെങ്കിൽ ഹൈദരാബാദ് ആയിരിക്കും. ആർക്കും ഒരു മലപ്പുറം ഒന്നും പറയാനൊരു പുരുഷത്തില്ല, അങ്ങനെ പറയാം. നമ്മുടെ കയ്യിൽ ബാക്കിൽ ഞങ്ങൾ 100 പേരാണ് ഈ സോഫ്റ്റ് ലോഞ്ചിന് പോയത്. ആദ്യത്തെ പരിപാടി 2013 ഡിസംബർ. ബാക്കിലാണ് ഞാനും എന്റെ ചെറുക്കന്മാരും ഇരിക്കുന്നത്. ഇവരാരും നമ്മുടെ മൈൻഡ് തന്നെ ചെയ്യുന്നില്ല. ഇതൊക്കെ അറിയാലോ, ഒരു ഒറിജിനൽ മലപ്പുറംകാരനാണെങ്കിൽ അവന്റെ ചോര നടക്കും. ശരിയാണോ ഇല്ലയോ? ഞാൻ മലപ്പുറം എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്കൊന്നുമില്ല. ഞാൻ ഈ ഒതുക്കുങ്ങലാണ് ഞാൻ ജനിച്ചതും പിന്നെ വളർന്നതാണ് ഇടയ്ക്കര. ഒതുക്കുങ്ങലെ രാഗം തിയേറ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്റെ ഉപ്പച്ചിയുടെ അനിയനായിരുന്നു അത്, നബി എന്ന് പറഞ്ഞ ചെപിടിക്കുന്നമാര്. അപ്പോ എനിക്ക് പക്ക ഈ സാധനം കയറി. അതായത് നമ്മളൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ബ്രാക്ക് പഠിക്കില്ല, ഇവരെ കൊണ്ടൊന്നും പറ്റില്ല എന്നാ പറയുന്നത്. ദുബായിൽ പോകാൻ മാത്രം കഴിവുള്ള ആളുകൾ, ഒരു അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാരെന്നുള്ളത് ഇവർ പറയാതെ കണ്ണിലൂടെ പറയുന്നു. ഇതൊക്കെ വാശിയായി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആ പൂതി ഒന്ന് തീർത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോ ആ പൂതി തീർത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്റെ ചിന്ത എന്തായിരുന്നു വെച്ചാൽ, കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും എന്റെ കൂടെ എന്റെ കൂടെ പഠിച്ച സ്കൂളിൽ പഠിച്ചവരും അല്ലെങ്കിൽ മദ്രസയിൽ പഠിച്ചവന്മാരും മുഴുവൻ എന്റെ കൂടെ വരുന്നായിരുന്നു എന്റെ വിശ്വാസം. ഈ പ്ലാൻ കൊടുത്തപ്പോ ഒരൊറ്റ കുട്ടി ഊട്ടിക്ക് പോകലെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വണ്ടിയിൽ മൊത്തം സ്ഥലമായിരിക്കും, വണ്ടിയിലായിരിക്കും, ഫുള്ളായിരിക്കും. ഒരൊറ്റ കുട്ടി എയിലും വന്നില്ല, ബിയിലും വന്നില്ല. ഇത് ഞാൻ പറയുന്നത് 11 വർഷങ്ങൾക്ക് മുന്നെയാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി. കാരണം ഒരു മുടക്കു മുതലും ഇല്ലാതെ ഈ ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ ഒരാൾക്ക് വിശ്വാസമില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ എന്റെ കൂട്ടുകാരൻ കോട്ടക്കലിൽ നിൽക്കുന്ന ആള്, വയനാട്ടിലിരിക്കുന്ന മണികണ്ഠൻ, ഇങ്ങനെ ഇവരിലൂടെയാണ് ഇങ്ങനെ രാമോഹൻ സാറ്, അർജുൻ കാലിക്കറ്റ്. കാരണം അവിടെയുള്ള ഒരുത്തിനും പറഞ്ഞിട്ട് ബോധം കിട്ടുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ അവരെ കുറ്റപ്പെടാൻ പറ്റില്ല. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 2013 ഒരു ബാൻ ചെയ്ത സമയമായിരുന്നു കേരളത്തിൽ. ആർക്കും ഒരു വിശ്വാസമില്ല. ചോദിക്കുന്ന മനുഷ്യന്മാരൊക്കെ വേണം ഇതിൽ കോടികൾ കിട്ടി ആരെങ്കിലും നിനക്കറിയോ? ഈ അമേരിക്കയിലും മലേഷ്യയും കഥയല്ലാതെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. നിലമ്പൂർ ആരെങ്കിലും ഉണ്ടോ? മഞ്ചേരിയിൽ ആരെങ്കിലും ഉണ്ടോ? കൊണ്ടോട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ വെച്ചാൽ നമുക്ക് പറയാൻ മറുപടിയില്ല. ഞങ്ങളും ആകെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ മാർക്കറ്റിലാണ് ഈ ബിസിനസ് ചെയ്യാനും പറ്റുന്നില്ല. ഈ സമയത്താണ് ഉറച്ച തീരുമാനമെടുത്തത്. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിലും ചണ്ഡീഗഡിലും ബോംബെയിലും ഡൽഹിയിലുമല്ല ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ വന്നത്. അത് മലപ്പുറംകാരൻ തന്നെയാണ്. അത് നമുക്ക് തീർത്തു കൊടുത്തതിന് ശേഷം അപ്പൊ പല ആളുകളും ഇപ്പൊ പറയുന്നത് എന്താ, സുജി ഒരു ലക്കി പേഴ്സൺ ആയിരിക്കും അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യന്മാർ പറയാ. ലക്കി പേഴ്സൺ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ ലക്ക് എന്ന് പറയുന്നത് ഞാൻ വായിച്ച ഒരു ബുക്കിൽ ഒരു കഥ പറഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ എടുത്ത് ഒരു കാര്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ വായിച്ച ബുക്കിൽ ഇങ്ങനെയാണ്, ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് സുന്ദരിയായ ഒരു മോൾ ഉണ്ടായിരുന്നു. ഇതിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വിളംബരം നടത്തിയവർ. ഈ രാജ്യത്ത് ഏറ്റവും നന്നായിട്ട് നീന്തൽ അറിയുന്ന ഒരു ചെറുപ്പക്കാരന് എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന്റെ മോളെ കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്തെങ്കിലും തുറച്ചു നോക്കട്ടെ. ഞാനൊരു പ്രശ്നക്കാരനല്ല എന്നുള്ളത് 12 വർഷമായിട്ട് എല്ലാ സ്റ്റേജുകളും പ്രൂവ് ചെയ്തതാണ്. ശരിയല്ലേ രാമൻ സാറ്? നല്ല കുട്ടിയാണ്. അപ്പോ ഇതിന്റെ പോയിന്റ്, രാജാവിന്റെ മോളെ കല്യാണം കഴിച്ചാൽ ജീവിതം രക്ഷപ്പെടും, പാലസ് കിട്ടും, സ്വർണം കിട്ടും, നല്ലൊരു കുട്ടിയെ കല്യാണം കഴിക്കാൻ ജീവിതം രക്ഷപ്പെടും. ഇതാണ് മൂഡ്. അങ്ങനെ ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ആ രാജ്യത്തുള്ള എല്ലാ ചെറുപ്പക്കാരും ഭയങ്കര എക്സൈറ്റഡ് ആയി. പിറ്റത്തെ ഞായറാഴ്ചയാണ് ഈ കോൺടെസ്റ്റ് നടക്കുന്നത്. നീന്തൽ അറിയണം, എല്ലാവർക്കും അറിയാം. എല്ലാവരും പാലസിലേക്ക് നടന്നു വന്നു. ഈ സമയത്താണ് രാജാവും രാജ്ഞിയും മോളും കൂടി ഇങ്ങനെ ഇതേപോലെ നടന്ന് ഒരു മാസ് എൻട്രി വന്നു. ഇവിടെ വന്ന് കയറി ഈ സ്റ്റേജിൽ നിന്നു. ഇതിങ്ങനെ ഒരു നീന്തൽ കുളമാണ്, ഇതേപോലെ നിങ്ങൾ ഇരിക്കുന്ന പോലെ. ബാക്കി കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ റെഡിയായി ധീരജിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ രാജ്യത്തെ 6 പാക്ക് അച്ചീവേഴ്സ് മുഴുവൻ നിൽക്കുകയാണ്. ഞാനാണ് അടുത്തത് ഈ മൂഡിൽ. ഈ സമയത്ത് വിസിൽ അടിക്കുമ്പോ നീന്തി ആദ്യം വരുന്ന ഒരു കുട്ടീനെ കല്യാണം കഴിക്കാൻ. ഇതാണ് കോൺടെസ്റ്റ്.
ഇതിനു വേണ്ടി വന്ന് ഇവരിങ്ങനെ താഴേക്ക് നോക്കിയപ്പോ കുളത്തിൽ നിറച്ച് പാമ്പുണ്ട്, തേളുമുണ്ട്, മുതലയുണ്ട്. ഇതൊക്കെ കിടന്ന് ഇങ്ങനെ പെടയാണ്. ഇപ്പൊ തന്നെ കാലൊക്കെ മരിക്കുന്ന. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഇപ്പൊ തന്നെ പേടിച്ചു. ഇത് പറഞ്ഞ് കുറെ മനുഷ്യന്മാര് ബാക്കിലേക്ക് മാറിയിട്ട് വന്നു. എനിക്ക് പെണ്ണും വേണ്ട, പിടക്കോടിയും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മതി എന്ന് പറഞ്ഞ് കുറച്ച് ബാക്കിലേക്ക് പോയി. ഈ സമയത്താണ് ഒരു ചെറുക്കൻ, ഒരു മാസ് എൻട്രി, ഇവനുള്ള ഒറ്റ ചാട്ടം. എന്നിട്ട് നീന്തി നേരെ പോയി. വിസിലടിക്കുന്നതിന് മുന്നേ നീന്തി വന്നിട്ട് രാജാവിന്റെ മുന്നിൽ കയറി എണീറ്റൻ നിന്നു. രാജാവ് ധരിച്ചിട്ട്, ഇത്രയും ധൈര്യശാലികൾ എന്റെ രാജ്യത്തുണ്ടോ? നിനക്കാണ് എന്റെ കുട്ടി, ഈ രാജ്യം നിനക്കുള്ളതാണ്, ഈ സ്വർണം നിനക്കുള്ളതാണ്, ഈ പാലസും നിനക്കുള്ളതാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ ചെറുക്കന്റെ മറുപടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇവൻ തിരിഞ്ഞ് രാജാവിനെ പുച്ഛം ഒന്നും തോന്നിയില്ല. ഇവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ മോളും വേണ്ട, ഈ രാജ്യം വേണ്ട, ഈ സ്വർണവും വേണ്ട, എന്നെ ആരാണോ ഇതിലേക്ക് തള്ളിവിട്ടത് അവരെ കിട്ടിയാൽ മതി. ഏതോ ഒരുത്തരിലേക്ക് തള്ളിയിട്ടപ്പോ ജീവൻ കൊണ്ട് ഇവൻ നീതി കയറി വന്നതാണ്. ഇതുകൊണ്ട് ഇവൻ ആരായെന്ന് വെച്ചാൽ പിന്നെ യുവരാജാവായി. അങ്ങനെ നിൽക്കുന്ന യുവരാജാവാണ് ഇപ്പൊ ഈ സാധനം. എന്നെ ഒരു 11 വർഷങ്ങൾക്ക് മുന്നേ ഈ കമ്പനിയുടെ CEO എന്ന് പറയുന്ന ആള് വയനാട്ടുകാരനാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹത്തിന്. അദ്ദേഹം എന്നെ ഇതിലേക്കൊന്ന് തെളിവിട്ടു. അതുകൊണ്ട് ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ് ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ ഇന്നലെ എന്റെ ഇൻസ്റ്റഗ്രാമിലും ഇന്ന് എന്റെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകൾ നോക്കിയാൽ അറിയാം. ഞാൻ ഇന്നലെയും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട് എന്റെ ഇൻസ്റ്റഗ്രാമിൽ. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് ഇന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ കമ്പനിയുടെ അൻസാർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഓണറിന് ഇന്നും നന്ദി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം 6:30 മണിക്ക് ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിലും 5 മിനിറ്റിനുള്ളിൽ സുജിത് ഖാൻ ഒഫീഷ്യൽ പേജിലും ആ വീഡിയോ പോകും. നന്ദിയാണ്. കാരണം അന്ന് ഈ അവസരത്തിലേക്ക് വീണത് കൊണ്ടാണ് ഈ പറയുന്ന കഥയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓംപ്രകാശ് പറഞ്ഞ പോലെ ഇതിലെല്ലാം കിട്ടും, അത് അത്ഭുതമൊന്നുമില്ല. ഇവിടെ ഒറ്റയ്ക്ക് അവൻ പറഞ്ഞ അതേ പോയി തന്നെയാണ്. ഒറ്റയ്ക്ക് പണിയെടുത്താൽ ലിമിറ്റേഷൻ ആണ്, അതെല്ലാവർക്കും അറിയാലോ. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ കാരക്ക ബിസിനസ് ഒക്കെ ചെയ്ത് എത്രയോ മനുഷ്യന്മാര് കോട്ടയ്ക്കിലും മലപ്പുറത്തും ഉണ്ട്. ശരിയാണോ അല്ലയോ? കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് വലിയൊരു കോടീശ്വരം പെട്ടെന്ന് വന്നല്ലോ കുട്ടിക്ക അജ്ഫാന്റെ, അല്ലെ? അജ്ഫാന്റെ കുട്ടിക്ക് ഭയങ്കര തരംഗമായി ഓൾ ഇന്ത്യയിലെ ഒരു ഓൺടർപ്രണർ ആണ്. പുതിയ തലമുറക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് കാരക്ക വിൽക്കുന്ന ആള് കോടീശ്വരനാവാതെ കുട്ടിക്ക് മാത്രം കോടീശ്വരനാവുന്നത്? കുട്ടിക്കാക്കി 200 സെന്ററുകൾ, 200 അജ്ഫാനുണ്ട്. നമ്മളാൾക്ക് കോട്ടയ്ക്കലോ അല്ലെങ്കിൽ മലപ്പുറത്ത് മാത്രം ഒരു കട ഉള്ളൂ. വേറെ ഒന്നുമില്ല. യൂസഫായിയെ പറ്റി നമ്മൾ പറയുന്നതിന്റെ കാര്യം, യൂസഫായിക്ക് 222 ലുലു ഗ്രൂപ്പ് ഉണ്ട്, ലുലു മാളുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ ഹ്യൂജ് എമൗണ്ട് വരും. അല്ലാതെ ഒന്നുമില്ല. കഫേ കോഫിയുടെ ഓണർ എന്തുകൊണ്ട് പൈസക്കാരിയാവുന്നു? 1000 കഫേ കോഫിയുടെ ഉണ്ട്. ഇതൊന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയില് തിലകൻ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒറ്റയ്ക്ക് തള്ളിയാൽ ഒന്നും മുന്നോട്ട് പോകില്ല, കൂടെ തൊള്ളാൻ കുറച്ചും കൂടി ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ നടന്നു പോകും മോനെ എന്ന് പറയുന്ന ദുൽഖറിനോട്. അതുപോലെ തന്നെ എന്റെ കൂടെ തള്ളാനല്ല, കൂടെ തല്ലാൻ പറ്റിയ ആൾക്കാർ മനസ്സിലായോ? പോയി എന്നെ പിടിച്ചോണ്ട് പാടാന്ന് പറഞ്ഞാൽ ഉമ്മാർ പോയി കൊന്നുകൊണ്ട് വരും. അങ്ങനത്തെ ടീമാണ് ഇത്. എല്ലാ സ്ഥലത്തും അങ്ങനത്തെ ഒരു ബ്രെഡാണ് ജീവിതത്തിൽ നേടണം, വാശിയും ആശകളൊക്കെ ഉള്ള ഒരു പട. അത് ഞാൻ 11 വർഷം കൊണ്ട് ഇവരൊക്കെ ബ്രെയിൻ ഞാൻ അങ്ങനെ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങളൊക്കെ ബ്രെയിൻ ഒന്ന് സെറ്റാക്കാൻ വന്ന ആളുകളാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ സമയം വരെ ഈ ഹോളിൽ ഇരിക്കുന്ന ആളുകൾ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു ബിസിനസ്സിലൂടെ സംസാരിക്കല്ല. ഈ ആഴ്ച ഇവിടെ ഒരു 100 PV എക്സ്ട്രാ എത്ര വന്നാലും എനിക്കതിൽ നിന്നൊരു 100 രൂപ പോലും കിട്ടില്ല. പുണ്യം മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ കമ്പനിയിൽ 25,000 PV മാച്ച് ചെയ്താൽ 2,50,000 ആഴ്ച കിട്ടും. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലും എനിക്ക് 2,50,000 ആഴ്ചയിൽ ഒരു ഐഡിയയിലുണ്ട്. ബാക്കി എത്ര വന്നാലും വാഷ് ഔട്ട് എന്നാ പറയാ. അതായത് അത് കമ്പനിക്കാണ്. നമുക്ക് പറഞ്ഞ കമ്പനിക്ക് അടിച്ചു, നമുക്കില്ല. ഇതാണ് ഈ പരിപാടി. അപ്പൊ ഈ ആഴ്ച ഇനി എത്ര വന്നാലും 25,000 മാച്ച് ചെയ്യും. അപ്പൊ ഞാൻ കച്ചവടം പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ ബിസിനസ് നിർബന്ധമായിട്ടും ചെയ്യണം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു ബിസിനസ് നിർബന്ധമാണ്. ഇവിടെ ഒരുപാട് പെൺമണികളെ ഞാൻ കാണുന്നുണ്ട്. ഇവരൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് ഒരു സ്റ്റോർ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് മാസം 10,000, 25,000 രൂപ വരുമാനം പിടിക്കുന്ന എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ പ്രോഡക്റ്റ് 4,000 പ്രോഡക്റ്റ് വിൽക്കുന്ന ലേഡീസ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. 4,000 പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 4,000+ പ്രോഡക്റ്റ്. അങ്ങനെയാണ് ഇത്. കാരണം ഒരു ബിസിനസ് ചെയ്യുന്നവരെ വലിയ രീതിയിൽ എന്തെങ്കിലും ആവാൻ പറ്റൂ, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ.
ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ബിസിനസ് വരുമ്പോൾ നമ്മൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. റിയൽ എസ്റ്റേറ്റ് ബൂമിങ് ഇവിടെ വന്ന സമയത്ത് മലപ്പുറത്ത് നല്ല പൈസക്കാരുണ്ടായി. നമ്മളിൽ എത്ര പേര് റിയൽ എസ്റ്റേറ്റ് ബൂമിങ്ങിലേക്ക് കയറി? ഇന്ന് ആർക്കെങ്കിലും വാങ്ങാൻ പറ്റുമോ? പാസ്പോർട്ട് ഓഫീസിന്റെ മുന്നിൽ പോയാൽ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റുമെന്ന് നടക്കില്ല. മൊബൈലിന്റെ റവല്യൂഷൻ വന്ന സമയത്ത് ഇവിടെ എത്രയോ മനുഷ്യന്മാർ ബിസിനസ് ചെയ്തു. നമ്മൾ തുടങ്ങിയോ? ഇല്ല. കമ്പ്യൂട്ടർ റവല്യൂഷൻ വന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ ബിസിനസ്സിലേക്ക് കൈവച്ചോ? ഇല്ല. ഇലക്ട്രോണിക്സ് ബിസിനസ് വന്നപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ബിസിനസ് നമ്മൾ തുടങ്ങിയോ? ഇല്ല. നമ്മൾ പറഞ്ഞു നമ്മുടെ വീട്ടിൽ TV വരില്ല, നമ്മൾ ഫ്രിഡ്ജ് വാങ്ങില്ല, അതൊക്കെ പൈസക്കാർക്കുള്ളതാണ് പറഞ്ഞു. ഇപ്പൊ രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൈജി ഷാജിന്റെ വീടിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളക്കാർ മുഴുവൻ. അവരാ ബിസിനസ് തുടങ്ങി. നമ്മളെന്തെങ്കിലും നമ്മൾ TV മേടിച്ചപ്പോ പണം കണ്ടുകൊണ്ടിരിക്കുക. പാരിജാതം നമ്മളത് ജാതമാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ പൈസ ഉണ്ടാക്കി. റീസൺ അവർ ആ ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആയി. ഈ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറെ മുതിർന്ന ആളുകളും എന്റെ ഫാദറിന്റെ അല്ലെങ്കിൽ ഉപ്പാന്റെ ഒക്കെ പ്രായത്തിലുള്ള ഒത്തിരി പേരുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചു നോക്കുക, കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുന്നേ ഈ ബിസിനസ് ഒന്നും ഒരു മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. അനുരൂപ് നല്ല ശമ്പളമുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ആഴ്ചയിൽ 2 ദിവസം നാട്ടിലേക്ക് വരുള്ളൂ. ബാംഗ്ലൂരിലാണ്. നല്ല വെട്ടവും വെളിച്ചമുണ്ട്. നല്ല മെട്രോ സിറ്റിയിലാണ് ജീവിക്കുന്നത്. വന്നിട്ട് ഇവിടെ സൂട്ടും കോട്ടും ഇട്ട് നിൽക്കാൻ പൊട്ടനല്ല. നല്ല ബുദ്ധിയുണ്ട്. ഗൂഗിൾ ചെയ്താൽ എല്ലാം കിട്ടും. നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് ചോദിക്കൂ, ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുണ്ടാക്കുന്നത് ഏത് ഫീൽഡാന്ന് ചോദിച്ചാൽ അത് ഫിലിം ഇൻഡസ്ട്രി അല്ല, അത് ഹോസ്പിറ്റാലിറ്റി ബിസിനസ് അല്ല, അത് സ്പോർട്സ് ഇൻഡസ്ട്രി അല്ല, വെൽനസ് ഇൻഡസ്ട്രിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. വെൽനസ് ഇൻഡസ്ട്രിയാണ്. ലോകം മുഴുവൻ ആരോഗ്യം ഉണ്ടാവുന്നത് പ്രാർത്ഥിച്ച് നടക്കുക. രാത്രി കിടക്കുമ്പോൾ പോലും പേടിയാ, അല്ലേ? രാവിലെ എന്താവും അറിയില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം തുറന്നാൽ മുഴുവൻ നമ്മളെ മിനിയാന്ന് വിട്ടുപോയ നവാസിനെ കുറിച്ചാണ്. ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റില്ല. കുട്ടി കരയുന്നതും അതിന്റെ മോള് കരയുന്നതും നമുക്കും പേടിയല്ലേ. ഞാൻ മണിയേട്ടനോട് പറഞ്ഞു, മണിയേട്ടൻ ഇതിലൂടെ വേദന വരുന്നുണ്ട്. കാരണം നമ്മളിതെല്ലാം കാണുന്നേ ശരിയല്ല. ആരോഗ്യവാനായിട്ടില്ല, ഒരു ദുശീലമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. ആലോചിച്ച് നോക്കി. അപ്പൊ ഇന്ന് ലോകത്തിന് ഒരു ബിസിനസ് എവിടെ ചെയ്യുന്നത്? ലോകത്തിന് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോഴാണ് അത് ബിസിനസ് ആവുന്നത്. ഇന്ന് എല്ലാ മനുഷ്യന്മാരും രാവിലെ എണീറ്റ് 30 മിനിറ്റ്സ് വാക്കിംഗ് നടക്കുന്നു. മോർണിംഗ് ജിമ്മ്, ഈവനിങ് ജിമ്മ്, 4 മണിക്ക് സുംബ, 7:30 യോഗ. എല്ലാ ചെറുപ്പക്കാർക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ എല്ലാവരും 6 പാക്ക് ഒക്കെ മറന്നിരിക്കുകയാണ്. ഇനി പുതിയ പടം ഇപ്പൊ ഇറങ്ങും റോളക്സ്. പിന്നെ അവന്റെ 14-ാം തീയതി വരും നമ്മുടെ ഋതിക് റോഷന്റെ വാർ 2. ഇവ ഷർട്ട് ഊരുന്നതോടുകൂടി എല്ലാവരും പിന്നെ കൊണ്ടുപോകും, ജിമ്മിൽ കൊണ്ടുപോയിട്ട് വീണ്ടും 1 കൊല്ലത്തേക്ക് സൈക്കിൾ. ഇത് മനുഷ്യന്മാരുടെ ഇഷ്ടമാണ്, ആഗ്രഹമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ ഇൻഡസ്ട്രിയാണ് ഇനി അടക്കി വാഴാൻ പോകുന്നത്. ഇതൊരു സത്യമാണ്. ഗൂഗിൾ ചെയ്ത് നിങ്ങൾ നോക്കണം. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി പോലും പുതുതായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് വെൽനസ് ഇൻഡസ്ട്രി. അവരുടെ കമ്പനിയുടെ പേരുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ജെഫ് ബിസോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മേഖലയിലേക്ക്. ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ ഇൻവോൾവ് ആവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. കാരണം മനുഷ്യന്മാർക്ക് ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കണം. അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം അസുഖമില്ലാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് ലോകത്ത് മുഴുവൻ. ഇതിനു വേണ്ടി ഇവര് 2 നേരം കാപ്പി കുടിക്കാനും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടി യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് കഴിക്കാനും ഇവർ തയ്യാറാണ്. അതാണ് ഈ ബിസിനസ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആയോ? ടെൻഷൻ ആയോ? ബിസിനസ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടങ്ങളിലും ഒരു സൈക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ കണ്ടില്ലേ AI എന്ന് പറയുന്നത്. നമുക്ക് എന്ത് AI ആയിരുന്നു 5 കൊല്ലം മുന്നേ? രാവിലെ എണീറ്റാ പറയും AI. 12,000 പേരാണ് കഴിഞ്ഞ ആഴ്ച പിരിച്ചുവിട്ടത്. ആരെ? ടാറ്റയിൽ നിന്നും 12,000 പേരാണ് രാവിലെ സ്യൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്. ടാറ്റയിലെ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ജോലി ആയിരിക്കുമല്ലോ, നല്ല ശമ്പളം ഉണ്ടാവും. ഇവന്മാരിങ്ങനെ വരുന്ന സമയത്ത് ഒറ്റയടിക്ക് രാവിലെ ചെയർമാന്റെ തീരുമാനമാണ് 12,000 പേരെ പിരിച്ചുവിട്ടു. ഇവര് പറഞ്ഞിരുന്നത് എന്തായിരുന്നു അറിയും? ഞാൻ ഈ ബിസിനസ് തുടങ്ങിയപ്പോ സുജിത് ഖാന്റെ പരിപാടി അടിപൊളിയാണ്, പക്ഷെ ശാശ്വതമല്ല, അത് സ്ഥിര വരുമാനമല്ല. ഇതൊക്കെ ആകുമ്പോൾ സ്ഥിര വരുമാനമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അടവിൽ അവർ കാറ് മേടിച്ചു, അടവിൽ വീട് മേടിച്ചു. ഒരു ജോലിക്കാരാകുമ്പോൾ നല്ല വീടുണ്ടാവും, നല്ല കാറുണ്ടാവും, അവരുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കും. രാവിലെ എണീറ്റ് വന്നപ്പോ അന്നത്തെ മൂഡിൽ ചെയർമാൻ പറഞ്ഞു ഇനി ഇവിടെ ആർക്കും പഠിക്കട്ടോ. പക്ഷേ ഈ കമ്പനിയിൽ ഇൻഡസ്ട്രിയിൽ അൻസാർ പറഞ്ഞത്, നീ എത്രത്തോളം കച്ചവടം ചെയ്യുന്നു അത്രത്തോളം ഞാൻ വാരിക്കോരി തരും.
എത്ര ഇതോ അത്ര വായിക്കുവാൻ ചെയ്യുന്നതാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ഇതിന്റെ ഇടയിൽ ഭാരതബന്ദ് വന്നു, കൊറോണ വന്നു, എല്ലാരും വീട്ടിൽ കയറി, ഞാനും ഇടയ്ക്കൽ വീട്ടിൽ കയറി. ഒരൊറ്റ ആഴ്ച പോലും തുടങ്ങാതെ 2,50,000 രൂപ ആഴ്ചക്ക്. ഒരു ഐഡിയില് അങ്ങനത്തെ എത്ര ഐഡി വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. ഇവിടെ 9 ലക്ഷമൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ഹോളിൽ ഉണ്ട്. അത്ര എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കി ആരാണെന്നല്ലോ. 9 ലക്ഷമൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തൊരു മനുഷ്യൻ തന്നെ പറയില്ലേ, പൈസ ആക്രാന്തായിരിക്കുമല്ലോ ചിലപ്പോ. എന്തായാലും ബിൽഡ് ചെയ്യുന്നുണ്ട്. വാങ്ങട്ടെ, പാവപ്പെട്ട കുട്ടിയല്ലേ, വാങ്ങട്ടെ. നിങ്ങൾക്കും ഇത് സാധ്യമാണ്. കാരണം ഇതാണ് ബിസിനസ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു കാലത്ത് നമ്മുടെ ഡ്രീം എന്തായിരുന്നു? ഞാൻ 10ാം ക്ലാസ് ഇടയ്ക്കൽ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ആകെയുള്ള ഡ്രീം എന്തായിരുന്നു? പാസ്പോർട്ട് എടുക്കണം, അബുദാബി പോകണം, ഷാർജയിലെ കുടുംബക്കാരുണ്ട്, ഒരു സെയിൽസ്മാൻ ആയിട്ട് കയറും, 30 കൊല്ലം അവിടെ നിൽക്കും, ഇടയ്ക്കൽ വരും, നല്ലൊരു വീട് വെക്കും. ഇതാണ് നമ്മുടെ ഡ്രീം. ഒരു കാലഘട്ടം നമ്മുടെ നാട് മുഴുവൻ ആഗ്രഹിച്ചിരുന്നത് ദുബായ് സ്വപ്നമായിരുന്നു. ഇന്ന് എല്ലാവരും തിരിച്ചു വരികയാണോ അല്ലയോ? ഇന്നിപ്പോ ഈ ഓടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും യൂസഫ് ഭായി ആവോ? യൂസഫ് ഭായി വേണ്ട, യൂസഫിന്റെ യു വരില്ല. ഒരു 10 പേരും ചൊല്ലം നിന്നാൽ ശരിയല്ലേ? അങ്ങനെ നിൽക്കേണ്ടി വരും. പക്ഷെ ആലോചിച്ച് നോക്കി, ഇന്നത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ AI പറയുന്ന പോലെ തന്നെ ഇന്ന് അപ്ലിക്കേഷന്റെ ബിസിനസ് ആണ്. ഒരു അപ്ലിക്കേഷൻ കയ്യിലുണ്ടെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓംപ്രകാശ് സ്റ്റേജിൽ പറഞ്ഞല്ലോ, ഇത്ര സംസ്ഥാനങ്ങളിൽ ഇത്ര ആളുകളെ വെച്ച് ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നു? അപ്ലിക്കേഷനിലൂടെ ചെയ്യുന്നു. ഒരു മൊബൈൽ എടുത്തിട്ട് അതിന് നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇരുന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 13 കോടി ഒരാഴ്ച ടേണോവർ ഈ മൊബൈൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 13 കോടി ഒരാഴ്ച, മാസമല്ല. നിങ്ങൾ ഈ മലപ്പുറത്തുള്ള ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ആഴ്ചയിൽ 13 കോടി കച്ചവടം ചെയ്യുമോ നോക്കി. കാണാൻ ലുക്കില്ല, മുതൽ വേറെയാണ്. 13 കോടി ഓൾ ഇന്ത്യയിൽ. ആന്ധ്ര, തെലുങ്കാനയിൽ നിങ്ങൾ അന്വേഷിച്ചു യൂട്യൂബ് എടുത്ത് നോക്കി. എനിക്ക് തെലുങ്കൊന്നും അറിയില്ല. എന്ത് തെലുങ്കാണ്? ഇടയ്ക്കിടക്കാരൻ എന്ത് തെലുങ്കാണ്? ഇവരെ പോലത്തെ 1 കോടി മുതൽ 10 കോടി മേടിച്ച 17 ആളുകളെ ആന്ധ്രാപ്രദേശിലുണ്ടാക്കി. ആന്ധ്ര, തെലുങ്കാനയിൽ 17 ആൾ. ആകെ തെലുങ്ക് അറിയാം. ഇന്നലെ വിളിച്ചിട്ട് പറയും ബാബുനാറാന്ന് ചോദിച്ചു. നമസ്കാരം എന്നാണല്ലോ അതിന്റെ അർത്ഥം. എഴുതി പഠിച്ചതാണ്. 17 ഡയമണ്ട്. എല്ലാ ആഴ്ചയിലും 25,000 രൂപ അവിടുന്ന് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ ചെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന തമിഴ് അവർക്കും അറിയില്ല, അവർ പറയുന്ന തമിഴ് എനിക്കും അറിയില്ല. പക്ഷെ പറഞ്ഞു 9 ഡയമണ്ട്സിനെ ഉണ്ടാക്കി തമിഴ്നാട്ടിൽ. ഇപ്പോഴും വരുന്നുണ്ട് 25,000 രൂപ. കേരളം പറയുന്നുണ്ടല്ലോ, ഇവരെ പോലെ ബ്ലാക്ക് ഡയമണ്ടും മർച്ചിത് രമേശ് ഒക്കെ ഉള്ള ഓർഗനൈസേഷനാണ്. ഇവരെല്ലാവരും ഉണ്ട് കേരളത്തിൽ. കർണാടകയിൽ 13 സ്ഥലങ്ങളിലും ഇപ്പൊ ഈ വിവാഹ ഫ്ലൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്നഡയില് ശ്രീധരെ നമസ്കാരം എന്ന് പറയും. വേറൊന്നും പറയാൻ അറിയില്ല. എന്നിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചാബിൽ ഈ ബിസിനസ് ചെയ്യുന്നു. മുംബൈയിൽ ഇന്ന് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഓർഗനൈസേഷന്റെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നോക്കിയാൽ അറിയാം. അപ്പൊ ഇത് പോസിബിൾ ആണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അപ്ലിക്കേഷൻ. ഇനി വരുന്ന കാലഘട്ടം ഒരു അപ്ലിക്കേഷന്റെ ബിസിനസ്. ഒരു കാലത്ത് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്റെയൊക്കെ 20കളിൽ. ഇന്ന് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ രക്ഷപ്പെടില്ല. ഇന്നൊരു അപ്ലിക്കേഷൻ വേണം. നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുന്നത് ആരാണ്? സൊമാറ്റോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാ? സ്വിഗ്ഗി. സൊമാറ്റോയും സ്വിഗ്ഗിയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ റെസ്റ്റോറന്റ് ബിസിനസ് ചെയ്യുന്നത്. ഇവർക്ക് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ? ഇല്ല. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന ആരാ? പാരഗൺ ഗ്രൂപ്പ് അല്ല, സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ ആണ്. അവർക്കൊരു റെസ്റ്റോറന്റ് ഇല്ല, ഒരു അപ്ലിക്കേഷൻ ആണ് അവർക്കുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാറ് ടാക്സി ആയിട്ട് കൊണ്ട് നടക്കുന്നത് യൂബറും ഓലയാണ്. ശരിയാണോ അല്ലയോ? ഇവർക്ക് ആർക്കെങ്കിലും ഒരു സ്ഥാപനം ഉള്ളത് നിങ്ങൾക്കറിയോ? അല്ല, ഒരു കാർ ഉള്ളത് നിങ്ങൾക്കറിയോ? ഇല്ല. അവർക്കുള്ളത് ഒരു അപ്ലിക്കേഷനാണ്. എന്നെ നോക്കൂ, ഒന്നും സംഭവിക്കില്ല. നമ്മുടെ നാടല്ലേ. അപ്പോ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് ഭയങ്കര ബുള്ളറ്റ് പോയിന്റ് ആണ്. ഇവർക്ക് 2 പേർക്കും സ്വന്തമായി കാറും ഇല്ല, റെസ്റ്റോറന്റും ഇല്ല. പക്ഷെ ഇവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ. ഇതാണ് അപ്ലിക്കേഷന്റെ പവർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഇന്ന് ഈ അപ്ലിക്കേഷന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനി ഇതാണ്. മെട്രോ സിറ്റികളിലെല്ലാം 1 കോടിക്ക് മുകളിൽ വരുമാനം മേടിച്ച മനുഷ്യന്മാർ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ മൊത്തം ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരും ഡയമണ്ടും
ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് വന്നത് ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ്. ഒരാളല്ല, രണ്ടാളല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, 10 അല്ല. ശ്രദ്ധിക്കണേ, 10-ലധികം മനുഷ്യന്മാര് കേരളത്തിലെ ഈ 14 ഡിസ്ട്രിക്റ്റിൽ 10-ലധികം 1 കോടിക്ക് മുകളിൽ വരുമാനം മേടിച്ച മനുഷ്യന്മാരിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. എങ്ങനെയുണ്ട് കളി? അത് കാരണം നമ്മൾ ഒരു കച്ചവടം പഠിച്ചാൽ, ഇപ്പൊ എന്നോടൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ ഒരു 5ാം ക്ലാസ് ആകുമ്പോൾ തന്നെ സിജാറത്ത് ചെയ്യണമെന്നാ പറയും. കച്ചവടം പഠിക്കണം എന്നാ പറയുന്നത്. അത് നിർബന്ധമാണ്, കച്ചവടം പഠിക്കണം. നമ്മുടെ ചോരയിൽ കച്ചവടം അല്ലാതെ വേറെ ഒന്നുമില്ല. ഉറങ്ങുമ്പോഴും കച്ചവടം പറയും, എണീക്കുമ്പോഴും കച്ചവടം പറയും. അത് ഒരു ശീലമാണ് 12 വർഷമായിട്ടുള്ളത്. അപ്പോ ഇവിടെ ആർക്ക് വേണമെങ്കിലും വിജയിക്കാൻ പറ്റും ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ഒറ്റപ്പാലത്ത് സംസാരിച്ചു, നാളെ കോഴിക്കോട് സംസാരിക്കുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യന്മാർ ഈ ബിസിനസ്സിലേക്ക് വരാതിരിക്കുന്നത്. 2 കാരണങ്ങൾ കൊണ്ട്. 1, ഇവർക്ക് പേടി. 2, ഇവർക്ക് മടി. 1 പേടി. എന്താ? എനിക്ക് ആളെ കിട്ടുമോ, എനിക്ക് ആളെ കിട്ടുമോ, എനിക്ക് ആളെ കിട്ടുമോ എന്നുള്ള പേടിയാണ്. 2 ആളെ കിട്ടുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. ചില ആളുകൾക്ക് എന്താ? മടിയുണ്ട്. അതായത് ഏറ്റവും സമർത്ഥരായ മനുഷ്യന്മാർ ഇന്ത്യയിൽ ആരാന്ന് വെച്ചാൽ മലയാളികളാണ്. തർക്കമൊന്നുമില്ല. കാര്യക്ഷമതയുള്ള ആളുകളാണെന്ന് വെച്ചാൽ മലയാളികളാണ്. ഏറ്റവും മടിയന്മാർ ആരാന്ന് വെച്ചാൽ ആരാ? അതുകൊണ്ടാണ് ബംഗാളികൾ മൊത്തം ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കർണാടകയിലും മലപ്പുറത്ത് അല്ല മറ്റേ തമിഴ്നാട്ടിലും പോകുന്നില്ല, എല്ലാം ഇവിടെയാണ്. കൊച്ചിയൊക്കെ ഞങ്ങൾക്ക് ഒരു സെന്റർ ആയിപ്പോ ബംഗാളികളും നിറഞ്ഞിട്ട്. കാരണം എന്താ? മടി. പണിയെടുപ്പിക്കാനല്ലോ, പണിയെടുക്കില്ല. ഈ മടിയും പേടിയും ഉള്ളത് കൊണ്ടാണ് ഈ ബിസിനസ്സിലേക്ക് മനുഷ്യന്മാര് കയറി വരാത്തത്. ശരിയാണോ അല്ലയോ? ശരിയാണ്. ഈ സ്റ്റേജിൽ ഇത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു കഥയാണ്, ഞാൻ ട്രെയിനിങ്ങിൽ പറയുന്നതാണ്. എന്നാലും നിങ്ങൾ തെറ്റായി എടുക്കില്ലെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. എന്റെ കൂട്ടത്തിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അദ്ദേഹം ഈ ദിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, തമിഴ്നാട്ടില്. ഇയാള് ആദ്യമായിട്ട് ഒരു പ്ലാൻ കേൾക്കാൻ വേണ്ടി വന്നു കോയമ്പത്തൂർക്ക്. ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഒരു വെള്ള ഷർട്ടൊക്കെ ഉണ്ടായി അത് വന്നേ. അപ്പൊ ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തു, നല്ല ഹൈറ്റ് ഉള്ള ഒരു ചങ്ങാതി വെള്ളയും വെള്ളയിട്ട് വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ലുക്കില്. അപ്പൊ ഈ ആള് ഭയങ്കര തീരുമാനം എടുത്ത് പോവുക. തിരിച്ച് പ്ലാനൊക്കെ കഴിഞ്ഞ് രാത്രി 9 മണിക്ക് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇവനാകെ ഒരു പേടിയുള്ളൂ. പരിപാടി അടിപൊളിയാണ്. ഓംപ്രകാശനെ പോലെ ആവണം, അർജുനെ പോലെ ആവണം, മണികണ്ഠനെ പോലെ ആവണം, സുജിത് ഖാനെ പോലെ ആയാലും മോശമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയില പോകുന്നത്. ഇവന്റെ ഉള്ളിൽ ഒരൊറ്റ പേടിയുള്ളൂ, ആളെ കിട്ടൂ, ആളെ കിട്ടൂ, ആളെ കിട്ടൂ, ആളെ കിട്ടൂ. ഈ എയും പിയും പറഞ്ഞ പോലെ വരണ്ടേ. ഇങ്ങനെ ബസ് ഇറങ്ങി നാട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഭയങ്കരമായൊരു സൗണ്ട്, ഈ കരിയില ഇങ്ങനെ ഇളകുന്ന പോലത്തെ ഒരു സൗണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നായി, ഭയങ്കര ഒരു പേനായി ഇങ്ങനെ കടിക്കാൻ വരുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തിട്ട് ഒറ്റ ഏറാണ്. സ്വാഭാവികം, ജീവന പേടിയുള്ള ഒറ്റ ഏറുന്നു. അങ്ങ് പോയി. എതിർപ്പ് നോക്കുകയാണ്. ഇത് മറ്റേ ഇവൻ വരും, സുരേഷ് വരും, രമേശ് വരും, നാസർ വരും, നിസാറ് വരും, ഇടത്തും വലത്തും കണക്കൂട്ട് വരും. ഈ കൂട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലേക്ക് ഇങ്ങനെ എത്തുന്ന കുറച്ച് മുന്നെത്തിയപ്പോൾ ബാക്കിൽ നിന്ന് ഭയങ്കരമായ സൗണ്ട്, പെരുന്നാൾ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു നായല്ല, ഒരു 10-15 നായ്ക്കൾ ഇങ്ങനെ ഒപ്പം കടിക്കാൻ വരുന്നത്. അപ്പൊ മറ്റൊരു കൂട്ടി വരികയാണ്, ഏറിട്ടി വരും. ഇത് കിട്ടിയപ്പോ ജീവനും കൊണ്ടിട്ട് ഒരൊറ്റ ഓട്ടം ഓടി നേരെ വീട്ടിൽ പോയി കിടച്ച് ഡോറടച്ചിരുന്ന്. അപ്പൊ ആള് തീരുമാനിച്ചു, ഞാൻ എന്തായാലും ഈ ബിസിനസ് ചെയ്യും. കാരണം രാത്രി ഒരു ഏറ് കിട്ടിട്ട് ഒരു നായ്ക്ക് 10-15 ആൾക്കാരെ കൂട്ടാൻ പറ്റില്ല. എനിക്ക് ഇതിനെന്തായാലും ആളെ കിട്ടുന്ന ഒരു തീരുമാനം ഓരോ ഉറപ്പിച്ചു. അപ്പൊ അത് വേറെ രീതിയിലൊന്നും എടുക്കണ്ട, നമുക്ക് ഒറ്റ കാര്യം തീരുമാനം, നമുക്ക് ആളെ കിട്ടും, അത്രയും കിട്ടാൻ മതി. അതിന്റെ അപ്പുറത്തേക്ക് കൂട്ടി വായിക്കണ്ട, ആളെ കിട്ടും. ശരിയല്ലേ? അതിന് വല്ല പേടി മാറി ചെങ്ങാതി ഇറങ്ങി. ഞാൻ പറഞ്ഞ ആളെ ഇവർക്കൊക്കെ അറിയാം, ഇവര് ചിരിക്കുന്നുണ്ട്. അവരൊന്ന് 1 കോടിക്ക് മുകളിൽ വരുമാനം മേടിച്ചൊരാളാണ് ഈ ബിസിനസ്സിൽ. ദിണ്ടിഗലുകാരൻ എന്നോട് പറഞ്ഞതാണ് ഈ ബിസിനസ്സിൽ. അപ്പൊ പേടി അങ്ങനെ ഒഴിവായിക്കളെ, ആളെ കിട്ടും. എനിക്ക് ഇടയ്ക്കിടന്ന് ഓംപ്രകാശനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വയനാട്ടിൽ കിടക്കുന്ന മണികണ്ഠനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, രാമപുരത്തുള്ള നമ്മളെ രാമോഹൻ സാറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബാലുശ്ശേരിയുള്ള അർജുനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആൾക്കാണോ പറഞ്ഞുള്ളത്? ശരിയല്ലേ? പേടി ഒഴിവായില്ലേ? ഒഴിവായില്ലേ? ചുട്ട കോഴിനെ പറപ്പിക്കട്ടോ. തമാശയല്ല, വെറുതെ പറയില്ല. പേടിന്റെ വന്നാൽ മതി, നിന്ന് നാട്ടുപിടർത്തി പേടി ഒഴിവാക്കി തരും. പിന്നെ എന്താ? മടിയാണ്. മടി ചെയ്യാനൊരു മടിയാണല്ലോ മനുഷ്യന്മാർക്ക് ഈ ബിസിനസ് ചെയ്യാൻ. ഇതിന്റെ ഒരു കാര്യം പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മടിയുള്ള അത്ര വേറെ ആർക്കും മടിയില്ല. പേരും മടിക്കാരല്ലേ. ഒരു രാജ്യത്തെ ഒരു രാജാവ് വീണ്ടും അനൗൺസ് ചെയ്തു ഒരു കോൺടെസ്റ്റ്, ഒരു കഥയും കൂടി. അതായത് അയാൾ പറഞ്ഞ കാര്യമാണ്, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മടിയുള്ള മനുഷ്യന്മാർക്ക് പാരിതോഷികമുണ്ട്, പാലസിലേക്ക് വരുവാണ്.
വെറുതെ മടിയന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്ത ഐഡിയ ആണ്. പിറ്റേ ദിവസം ഞായറാഴ്ച നോക്കുന്ന സമയത്ത് വീടിന്റെ മുന്നിൽ പാലസ് മുഴുവൻ ക്യൂ നിൽക്കണം. രാവിലെ എണീറ്റ് നോക്കുമ്പോ രാജാവ് ടെൻഷൻ, ആകെ ടെൻഷൻ. ഇത്രയും മടിയന്മാർ ഈ രാജ്യത്തോ, ഈ രാജ്യം എങ്ങനെ നന്നാവുന്ന വെച്ചു. മന്ത്രിനെ വിളിച്ചു, ആരോടെ മന്ത്രി വരൂ പറഞ്ഞു. വന്നു കഴിഞ്ഞ ശേഷം ഇത് നോക്കൂ, എത്തോരം മടിയന്മാരാണ് നിൽക്കുന്നത്. ഇത്രയും മടിയുണ്ടെങ്കിൽ ഈ രാജ്യം എങ്ങോട്ട് പോകുന്നത്? അപ്പൊ മന്ത്രി അത് നിങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയത്, ചോദിച്ചു നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇവരോട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് രാജാവ് വെച്ചു ചോദിക്കുന്നതിന് മുന്നേ ആദ്യം എത്ര ആളുണ്ട് എന്നൊന്ന് നോക്കിയിരുന്നു. നോക്കുമ്പോ ക്യൂ തീരുന്നില്ല, മടിയന്മാരെ കളിയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിങ്ങനെ നോക്കി 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 ഇങ്ങനെ പോകുമ്പോണ്ട് അതിന്റെ ഇടയിൽ 7 വയസ്സായ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. രാജാവിന്റെ ചങ്ക് പൊട്ടിയാകെ. കാരണം 7 വയസ്സുള്ള കുട്ടിക്കും മടി. ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അവൻ പേര് പറഞ്ഞു. നിനക്ക് വയസ്സെത്രയായി ചോദിച്ചു. 7 വയസ്സെന്ന് പറഞ്ഞു. ഈ കുട്ടിയോട് ചോദിച്ചു, 7ഉം 8ഉം വയസ്സുള്ള സമയത്ത് മടി ഉണ്ടാവാൻ പാടുണ്ടോ? നീയൊക്കെ പൊട്ടിത്തെറിച്ച് നടക്കുന്ന സമയമല്ലേ, ഈ സമയത്ത് മടി പിടിച്ചിങ്ങനെ നിൽക്കാൻ പാടുണ്ടോ ചോദിച്ചു. ഈ കുട്ടി പറഞ്ഞു, എനിക്ക് മടിയില്ല രാജാവേ, എന്റെ വാപ്പാക്കാണ് മടി, സമ്മാനം വാങ്ങാൻ മടിയായതുകൊണ്ട് വാപ്പ എന്നെ പറഞ്ഞേക്കാണ്. മനസ്സിലായോ? അതായത് സമ്മാനം വാങ്ങാൻ പോലും വാപ്പ കുട്ടികളെ പറഞ്ഞു വെച്ചിരിക്കുക. ആ നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നയിച്ചാതെ 10 പൈസ ഈ ബിസിനസ് കിട്ടില്ല. നല്ല പണിയെടുക്കാൻ മൂടുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കയറി വന്നാൽ മതി. ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ലൈക്ക് കൊടുക്കുക, ഞങ്ങൾ ഫോറിൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ വീണ്ടും ഒരു ലൈക്ക് കൊടുക്കുക, വല്ലാതെ ഇഷ്ടം വരികയാണെങ്കിൽ എനിക്കൊരു കമന്റ് തന്നില്ല, അത്ര മതി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ബന്ധമില്ല. ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോ ഒരു കാറേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഇത്ര കാറുണ്ട്, ഇത് മൈക്കൂടിച്ചല്ല, ഇത് 6ാമത്തെ കാറാണ്. മനസ്സിലായോ? ഇത്രയും വണ്ടിയുണ്ട്. ഈ മലപ്പുറത്ത് കാറുണ്ട് എന്നൊന്നും പറഞ്ഞ ആൾക്കാർ കൈയടിക്കണം. കാരണം എന്താ, ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് 8 ലക്ഷം രൂപയുടെ വണ്ടി കൊണ്ടുവരിക, സ്റ്റിക്കർ മാറ്റുക. ഇതാണ് മലപ്പുറം. ഒരൊറ്റ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടില്ല, ഇടുക്കൂല്ല. എല്ലാം പുതിയതാണ്. 1 കോടിയുടെ വണ്ടിയൊക്കെ പുതിയതാണ് എടുത്തിരിക്കുന്നത് ഈ ബിസിനസ്സിൽ. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെക്കന്മാരോട് പറയണം, ഐശ്വര്യ റായ് ആണെങ്കിലും പുതിയത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഒരു വീട് മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത് ഈ ബിസിനസ് തുടങ്ങുമ്പോൾ. ഇപ്പൊ എത്രയായി? ഞാന് ഇവര് 30 രാജ്യമൊക്കെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ, ഞാനും എന്റെ കൂട്ടത്തിൽ എത്ര പോയിക്കുന്നുള്ളത്. ആദ്യത്തെ പാസ്പോർട്ടിന്റെ സീൽ മൊത്തം തീർത്തു. 2ാമത് ജംബോ പാസ്പോർട്ട് മലപ്പുറത്ത് ഈ സെന്റർ തീർത്തു. അതിന്റെ 75% തീർത്തു. ഞാൻ പോയി എന്ന് മാത്രമല്ല പറയുന്നത്, ഞാൻ ഈ ബിസിനസ്സിലൂടെ ബാക്കിലാണ് ശ്രദ്ധിക്കണേ, 2500 ആളുകളെ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോയി. 2500 ആളുകൾ. അത് വലിയ സംഭവമല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം 2500 ആളുകളേക്ക് വിദേശത്ത് കൊണ്ടുപോയി ഞങ്ങൾ കൂട്ടുകാരനോ കുടുംബക്കാരോ നാട്ടുകാരോ ആരെങ്കിലും? DQ കൊണ്ടുപോയിക്കണോ? ഇല്ല. ഫഹദ് കൊണ്ടുപോയിക്കണോ? സുജിത് ഖാൻ കൊണ്ടുപോയി. ഈ ഫെബ്രുവരിയിൽ പോകാണ് 2500 അല്ല 3000 പേരാണ് പോകുന്നത് ഇപ്രാവശ്യം. ഈ പ്രാവശ്യത്തെ ജനുവരി എല്ലാ കൊല്ലത്തിലും ഈ കമ്പനിയുടെ ആനുവൽ സെലിബ്രേഷന് ഞങ്ങൾ ഇങ്ങനെ പോകും. 50 ബസ്, 8 ഫ്ലൈറ്റ് ഫുള്ള്. ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി. ഇന്ന് വീട്ടിലെല്ലാവരും എന്നൊരു ബിസിനസ് ചെയ്യും. എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ യങ്സ്റ്റേഴ്സ് ഉള്ളൂ. ബാക്കി എല്ലാവരും എബോവ് 40 ആണ്. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്രേ സൈസ് ഉള്ളൂ. ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കും. അതിപ്പോ ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് ആണെങ്കിലും അവസാനിക്കും. ശരിയല്ലേ? അപ്പൊ നിങ്ങളിൽ പല ആളുകളും എന്നെ നോക്കണേ, ഇത്രേ ഉള്ളൂ. ഇവിടെ ചെറിയ കുട്ടിയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്ര ഉണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ എല്ലാവരും ഇതാക്കണം എന്റെ ഒപ്പാണ്. ഞാൻ പകുതി ഇത്രയുള്ള ഈ ലൈഫ് എങ്ങനെ തീർക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഒറ്റയ്ക്ക് ചെയ്താൽ രക്ഷപ്പെടുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തോളൂ. എനിക്ക് എവിടെയായാലും എന്റെ കുട്ടികൾ നന്നായി കണ്ടാൽ മതി. ഇവിടെ വരണമെന്നില്ല. നിങ്ങൾ എവിടെയായാലും നന്നായി ജീവിച്ചാൽ മതി. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് ഈ ബസ് കയറുക. 1 ഉറുപ്യ മുടക്കില്ല. ഇതിന് കൊടുത്ത കാശിന് ഒരാളെയും വഞ്ചിക്കാത്ത ഒരു ബിസിനസ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ചതിയില്ല, ഒരു വഞ്ചനയില്ല. കൊടുത്ത കാശിന് തത്തുല്യമായ പ്രോഡക്റ്റ്. ഒന്നിലേക്ക് കുടിക്കാം, ഇല്ലെങ്കിൽ വിൽക്കാം. മനസ്സിലായോ? ഒരു വഞ്ചനയിൽ. ബാക്കിയുള്ള എല്ലാ പരിപാടിയിലും വഞ്ചനയുണ്ട്. ഏതിലാ ഇല്ലാത്ത? ഇപ്രാവശ്യം അടുത്ത മാസം ഓണം വരാൻ പോവുകയാണ്. ഇനിയിപ്പോ ലാലേട്ടനും വരും, മഞ്ജു ചേച്ചി വന്നിട്ട് പറയും ഈ ഗ്രൈൻഡർ നല്ലതാണ്, ഈ TV നല്ലതാണ്, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയും. പടച്ചോനറിയാൻ സത്യം വന്നത് അല്ലേ? ആർക്കറിയാൻ പറ്റും? ഓരോ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഞാനിത് 12 വർഷമായിട്ട് ഈ സാധനം ഞാൻ കുടിക്കുന്നുണ്ട്.
രാവിലെയും വൈകുന്നേരം കുടിക്കുന്നുണ്ട്, എന്റെ ഉമ്മയും കുടിക്കുന്നുണ്ട്, എന്റെ മക്കൾ കഴിക്കുന്നുണ്ട്. 1 വയസ്സുള്ളപ്പോ എന്റെ കുട്ടി കഴിക്കാൻ തുടങ്ങിയതാണ് ഈ ഏത് ഐപ്പൺസ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ അല്ല, 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. ചെറുപ്പം മുതൽ കഴിക്കുന്നതാണ്. എന്റെ കുടുംബം കഴിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരുടെ കുടുംബം മുഴുവൻ കഴിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരെ അച്ഛനും അമ്മയും കഴിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. വീട്ടിൽ ചെന്ന അർജുന്റെ അച്ഛൻ കഴിക്കുന്നുണ്ട്, ഓംപ്രകാശിന്റെ അച്ഛൻ കഴിക്കുന്നുണ്ട്, വീട്ടുകാർ കഴിക്കുന്നുണ്ട്, കുടുംബക്കാര് കഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ചതിയില്ലാത്ത വഞ്ചനയില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിത് കേട്ടത്. ഞാന് വേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിലേക്ക് വരണം, വന്ന് നമ്മൾ മടി കൂടാതെ പണിയെടുക്കാൻ തയ്യാറാവണം. ഈ ഭയവും മടിയൊക്കെ മാറും. ഇനി ഒരിക്കൽ കൂടി മലപ്പുറത്തേക്ക് ഞാൻ വരുന്നത് രാമോഹൻ സാറിനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് പുതിയ ഗസ്റ്റിനല്ല, പുതിയ ആളുകളല്ല, ഡിസ്ട്രിബ്യൂട്ടറെ മാത്രം ഇരുത്തിയിട്ട് നമ്മൾ BOM എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, ബിസിനസ് ഓണേഴ്സ് മീറ്റ്. ഞാന് മറ്റന്നാൾ ഞാനത് കൊച്ചിയിൽ ചെയ്യുന്നുണ്ട്. ഒരു 2 മണിക്കൂർ സമയമുള്ളൂ. ഒരു 9 സ്റ്റെപ്പ് ഉണ്ട്, 9 ഗോൾഡൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ കൊച്ചി ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പരിപാടിയിൽ നിങ്ങൾ തുറന്ന മനസ്സോട് കൂടിയിട്ട് പെന്നും പേപ്പറായിട്ട് ഇരുന്ന് വന്ന് ചെയ്താൽ ഞാൻ പറയുന്നു ഇവരെ പോലെ നിങ്ങൾ പോകും. കാരണം എന്താ, ഇവരൊക്കെ നിങ്ങൾ കാണുമ്പോഴാണ് ലീഡറായിട്ടുള്ളത്. ഞാൻ കാണുമ്പോ എങ്ങനെയാ നിങ്ങളെ പോലത്തെ പ്രോസ്പെക്ട്. പുതിയ ഒരാള് നടക്കുവോ, ചാടുവോ, ഇരിക്കുവോ, കിടക്കുവോ എന്നൊക്കെ ചോദിക്കുന്ന സംശയങ്ങളുള്ള ആളുകൾ, സംശയങ്ങൾക്ക് എല്ലാം ഉത്തരം കൊടുത്തു. ഇപ്പൊ ശക്തമായി ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു 2 മണിക്കൂറിന്റെ ട്രെയിനിങ് വന്നാൽ ഹൗ ടു ഡു വാട്ട് ടു ഡു പാർട്ടും കൂടി ചെയ്യും. പിന്നെ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് വരും കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ഈ തേരോട്ടത്തിന്റെ ഭാഗമാകുക. ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ്, നിങ്ങൾ പുതിയ വന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ ആരും ഈ ബിസിനസ് കേൾക്കാതിരുന്നിട്ടും ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് ഞാൻ അടിച്ചു. നിങ്ങൾ ആരും ഈ ബിസിനസ് കേൾക്കാതിരുന്നിട്ടും 2500 ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ആരും ഈ ബിസിനസ് കേൾക്കാതിരുന്നിട്ടും ഇത്രയും മനുഷ്യന്മാര് കോടീശ്വരന്മാരായി. ഇനിയും ഞാൻ പറയാണ്, നിങ്ങള് കേൾക്കണം എന്ന് കേൾക്കാതിരിക്കരുത്. നിങ്ങൾ കണ്ണ് തുറന്നു പിടിച്ച് കാണും ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ, എന്നിട്ട് ഇറങ്ങാം. ഒരു 5 മാസം ഈ ബിസിനസ് നന്നായി ചെയ്യാം. 5 കോടിയൊന്നും ലോസ് ആവില്ലല്ലോ, കൊടുത്ത പൈസക്കുള്ള പ്രോഡക്റ്റ് കിട്ടി അല്ലേ? എന്നൊരു തീരുമാനം എടുക്കുക. ഇവിടുന്ന് തീരുമാനം എടുത്തിട്ട് ഈ ഹോൾ വിട്ടു പോയാൽ മതി. തീരുമാനം എടുക്കാൻ കഴിവില്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുകൂടി പറഞ്ഞ രാമോഹൻ സാറ് നിർത്തണം. എന്റെ സമയം നിങ്ങൾ അനുവദിച്ചത് ഇനിയും 2 മിനിറ്റ്, ഞാൻ 2 മിനിറ്റ് മുന്നേ നിർത്തണം. ഞങ്ങളുടെ നാട്ടിൽ ഒരു കഥ കൂടി പറഞ്ഞു പോകാം. നാട്ടുകാരെ കണ്ടപ്പോ കഥ പറഞ്ഞു ഞാൻ അത് നാട്ടുകാരെ കണ്ടുപോകണ്ട, അല്ലെങ്കിൽ പറയില്ലല്ലോ. കുടുംബാലത്തൊന്നും കൊച്ചിയിലൊന്നും പോയി കഥ പറഞ്ഞ് ഇവരിങ്ങനെ വെക്കും. നാട്ടിലെത്തുമ്പോ എന്തായാലും നമ്മുടെ കുട്ടിയെല്ലാം ഇറക്കി വിടുന്നില്ല. ഞങ്ങളുടെ നാട്ടില് ഈ പേര് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പേര് വെക്കുന്ന ഒരു സ്വഭാവം. അപ്പോ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ തൊട്ട അയൽവാസിയായിട്ടുള്ള ഒരു ചേട്ടനും ചേച്ചിക്കും കുഞ്ഞുങ്ങളില്ല. ഇവർക്ക് നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു തലോടി ഭയങ്കര ഒരു സ്നേഹമൊക്കെയാണ്, ഇങ്ങനെ തലൊഴിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 18 വർഷം കഴിഞ്ഞപ്പോ ഇവര് അയ്യപ്പനോട് തുണഞ്ഞു ഒരു കുട്ടിയെ കിട്ടി. 18 വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, പേര് വെക്കുന്ന ചടങ്ങ്. അന്ന് ഭക്ഷണം കിട്ടും, വീട്ടിലൊക്കെ നല്ല ചടങ്ങുകൾ ഉണ്ടാകും, ഭക്ഷണം വെക്കും, പേര് വെക്കൽ. അങ്ങനെ പേര് വെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എല്ലാവരും വിളിച്ചുകൂട്ടി, അയൽവാസികളെല്ലാം വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം. ചേച്ചിക്ക് ചെറിയൊരു ഈഗോ കയറി. ചേച്ചി പറഞ്ഞു, 18 വർഷം പ്രാർത്ഥിച്ച് കിട്ടിയ പൊന്നോമന കുട്ടിയാണ് എന്റേത്. എന്റെ അച്ഛന്റെ പേരിട്ട് കഴിഞ്ഞാൽ നല്ല ചുറുക്കുണ്ടാവും എന്ന് പറഞ്ഞു. പുതിയ ഐഡിയ. അപ്പൊ നമ്മുടെ ചേട്ടൻ പറഞ്ഞു, ഇത് മാത്രം പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ വന്നത്, ഞാനും പ്രാർത്ഥിച്ചിട്ടാണല്ലോ വന്നത്. അപ്പൊ ചേച്ചിന്റെ അച്ഛന്റെ പേര് സന്താനം എന്നാണ്. നല്ല പേരുല്ലേ? ഞങ്ങൾ ഗൂഡല്ലൂര് കഴിഞ്ഞതില്ല, ഗൂഡല്ലൂര് ബോർഡറാണല്ലോ ഇടക്കരാന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ആ സന്താനം ഇറങ്ങിയത്. അത് കഴിഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ സന്താനം മാത്രമാക്കണ്ട, ഗോപാലൻ, എന്റെ അച്ഛന്റെ പേര് നല്ല പേരാണ്, ഗോപാലനിട്ട് എന്താണ് പ്രശ്നം വെച്ചു. ഇവര് തമ്മിൽ ഭയങ്കര ബഹളം. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുക. ഭക്ഷണം നമ്മൾ ചെറിയ കുട്ടികളല്ലേ, ഇട്ടുപൊട്ടു തിരിയാത്ത മക്കള് ഭക്ഷണം കഴിക്കാനുള്ള മൂഡിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇവര് റൂമിലെ സൗണ്ട് പുറത്തേക്ക് എത്തി. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു അങ്കിൾ ഉണ്ട്, പുള്ളിക്കാരൻ വീട്ടിലേക്ക് ചെന്ന് എന്താണ് പ്രശ്നം, മനുഷ്യന്മാരും മുഴുവൻ പുറത്തേക്കുന്നില്ലേ. അതിൽ പറഞ്ഞു, ഏട്ടാ വർഷങ്ങളോളം ഞാൻ അയ്യപ്പനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു കുട്ടിയാണ്, എന്റെ അച്ഛന്റെ പേരിട്ടാൽ എന്താ പ്രശ്നം. അപ്പൊ ഏട്ടൻ പറഞ്ഞു, എന്റെ അച്ഛന്റെ പേര് കൊള്ളാം, ഞാനും പ്രാർത്ഥിച്ചിട്ടാ വന്നത്, സന്താനം വിടണം, ഗോപാലനും വിടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ആകെ കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞു, ഈ കുട്ടി എന്തായാലും കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു ചൊറുക്കുണ്ടായിക്കോട്ടെ,
നമുക്ക് ഇങ്ങനെ രണ്ടാളച്ഛന്റെ പേരിടാം, ഒരു കൃഷ്ണൻ കൂടി ഒന്ന് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം കൃഷ്ണൻ കയറുമ്പോ എന്തായെന്ന് വെച്ചാൽ കുറച്ചുകൂടി ചുരുക്കായിരുന്നു, സന്താന ഗോപാലകൃഷ്ണൻ. അപ്പൊ ഇവര് ഭയങ്കര ഹാപ്പി, ആ കൊള്ളാം നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേര് വെച്ചു. ഒത്തുതീർപ്പായി പുറത്തുനിന്ന് ഞങ്ങൾക്ക് ഫുഡൊക്കെ അടിച്ച് ഹാപ്പിയായി പരിപാടി പിരിഞ്ഞ് രാത്രി ഇവര് രണ്ടുപേരും കൂടി ബെഡ്റൂമിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാം. അല്ലേട്ടാ പരിപാടി എല്ലാം ഗംഭീരായല്ലോ. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ സന്താനം എന്റെ അച്ഛന്റെ പേരാണ്, ഗോപാലൻ നിങ്ങളുടെ അച്ഛന്റെ പേര് വേണം. അപ്പൊ ഈ കൃഷ്ണനാണോ എന്ന് ചോദിച്ചു. അപ്പൊ അയൽവാസി പറഞ്ഞു അത് എന്റെ അച്ഛന്റെ പേര്. ഈ തീരുമാനമെടുക്കാൻ പറ്റാത്ത മനുഷ്യന്മാർ ഈ ദുനിയാവിൽ കുറെ ഉണ്ട്. ഓരാരായിരിക്കും വെച്ചാൽ സന്താന ഗോപാലകൃഷ്ണനായിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ വണ്ടികളും, ഇനിയിപ്പോ റോഡിന്റെ പണി കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾ ഇറങ്ങാണ്, ഏത് 2 സീറ്ററൊക്കെ ഇറങ്ങാണ്, പോർഷെ. ഈ നമ്മള് ജെയിംസ് ബോണ്ടിന്റെ പടത്തിൽ കണ്ടിരിക്കുന്ന ഓസ്റ്റിൻ മാർട്ടിനൊക്കെ വരുന്നുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ ആൾക്കാർക്ക്. ഓസ്റ്റിൻ മാർട്ടിൻ അതൊക്കെ പോർഷെ, ഓസ്റ്റിൻ മാർട്ടിൻ, മെക്ലാരൻ എന്നൊക്കെ പറയുന്ന വണ്ടി ഉണ്ട്. നമ്മളൊക്കെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതൊക്കെ പുതിയ തലമുറയിൽ ചോദിക്കണം. അത് ജെയിംസ് ബോണ്ട് ഓടിക്കുന്ന കാറാണല്ലോ. ഈ വണ്ടി ഇടയ്ക്കിടക്കൊക്കെ വരുന്നുണ്ട് ആൾക്കാര്. എല്ലാ നമ്മക്കും വർക്കത്തും കിട്ടട്ടെ, അല്ലാണ്ട് പറയണം അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാരും ഈ ബിസിനസ്സിലേക്ക് വരണം, നഷ്ടങ്ങളൊന്നുമില്ല, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം. ഇവരെ പോലെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന ഒരു മനുഷ്യരായി മാറണം, മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ കാരണം ഒരു 4 കുടുംബങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ കാരണം 4 പേര് അങ്ങനെ ഈ അവസരം കൊടുത്ത് അവരെ കൂടെ നിന്ന് വിജയങ്ങൾ പരസ്പരം വിജയിച്ച് നേടുന്ന ഒരു ബിസിനസ്സായിരുന്നു. ഓംപ്രകാശും അർജുനും മണികണ്ഠനും രാമോഹൻ സാറും പരാജയപ്പെട്ടാൽ സുജിത് ഖാൻ വീഴും, ഞാൻ അവർ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് ഈ ബിസിനസ്, അതാണ് ഈ ബിസിനസ്. അളിയന്റെ സ്ഥാപനമാണെങ്കിലും അളിയൻ വീണാൽ മാത്രമേ മറ്റുള്ളവർ ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് ട്രഡീഷണൽ ബിസിനസ്, ശരിയല്ലേ? എത്ര സ്നേഹത്തോടെ ആണെങ്കിലും നിങ്ങളൊരു ജ്വല്ലറി നടത്തണം, മുന്നിൽ പോയി വേറെ ജ്വല്ലറി തുടങ്ങിയൊക്കെ അളിയനാണെങ്കിലും രാവിലെ ചിരിക്കും, കാരണം പെങ്ങള് വീട്ടിലേക്ക് വരും എത്തിയിട്ട്. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ എന്തായിരുന്നില്ല, അത് വീണാലേ ഇത് പോകുള്ളൂ. ഇവിടെ ഞാൻ ഇത്രയും സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നത് എന്തായാലും, നിങ്ങൾ എല്ലാവരും ഈ ബിസിനസ്സിലൂടെ വിറ്റാൽ മാത്രമേ ഇവിടെ എനിക്കും ഇവർക്കും ഈ രാജ്യത്തിനും ഈ നാടിനും വിജയം ഉണ്ടാവും. അപ്പോ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ. ഈ ബിസിനസ്സിലൂടെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. 2026 ഞങ്ങൾ ആനുവൽ കൺവെൻഷന് ഇപ്രാവശ്യം 3000 പേരിൽ ഒരാളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചൈനക്കാരുടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു 5 അവസരം വരുന്നതാണ് അവരുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം പോലെ അവരുടെ വിശ്വാസമാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 5 അവസരം വരും. എനിക്കറിയില്ല നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ അവസരമാണ്. I don't know this is your first opportunity or your 5th opportunity, but I am damn sure this is a fantastic opportunity. Take a right decision and make a good future. I wish you all the best and God bless.